ഇന്ന് ബീട്രൂട്ട് കൊണ്ട് നമുക്കൊരു അച്ചാർ ഇട്ടാലോ? അതിനായിട്ട് ചട്ടിയിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും ഉലുവയും കറിവേപ്പിലയും പൊട്ടിച്ചെടുക്കാം. ഒരു തുടം വെളുത്തുള്ളിയും 2-3 പച്ചമുളകും അരിഞ്ഞത് ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. അതെല്ലാം കൂടെ ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു വലിയ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർത്ത് നന്നായി വഴറ്റി ഇളക്കി എടുക്കാം. ഒന്ന് മൂത്ത് വരുമ്പോൾ ഈ ഒരു സൈസിൽ അരിഞ്ഞ് ഉപ്പ് പുരട്ടി വെച്ചിരിക്കുന്ന ഈ ബീട്രൂട്ട് ഈ വെള്ളം ഊറ്റി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ അരപ്പും ബീട്രൂട്ടും നന്നായി ചേർത്തിളക്കി ഒന്ന് തട്ടി പൊത്തി വെച്ച് അടച്ചു വെച്ച് കുറഞ്ഞ തീയിൽ 15 മിനിറ്റ് വേവിച്ചെടുക്കുക. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കാൻ മറക്കല്ലേ. ഹീമോഗ്ലോബിൻ കുറഞ്ഞപ്പോ ബീട്രൂട്ട് കഴിക്കണമെന്ന് പറഞ്ഞ് ജ്യൂസായും തോരൻ വെച്ചും ഒക്കെ കഴിച്ച് മടുത്തപ്പോഴാണ് അമ്മ ഈ അച്ചാർ അവതരിപ്പിച്ചത്. വിനാഗിരി ചേർക്കുന്നത് ഓപ്ഷണലാണ്. ഞങ്ങൾ ബീട്രൂട്ട് അച്ചാറിന് ചേർക്കാറുണ്ട്. ഇത് ചേർക്കുന്നത് കൊണ്ട് തന്നെ അച്ചാർ ഇടുന്നത് ഇതുപോലുള്ള അലുമിനിയം പാത്രത്തിലാണെങ്കിൽ റെഡി ആയി കഴിഞ്ഞാൽ ഉടനെ തന്നെ മാറ്റിയേക്കണേ. അറിയാലോ, എന്നാലും ഓർമ്മിച്ചെന്നേ ഉള്ളേ. ഈ ബീട്രൂട്ട് അച്ചാർ ഇട്ട് 3-4 ദിവസം കഴിഞ്ഞിട്ട് എടുക്കുന്നതാണ് അതിന്റെ ഒരു ടേസ്റ്റ്. ഈ കാണുന്നത് ഒരാഴ്ച കഴിഞ്ഞിട്ടുള്ളതാണേ. അപ്പൊ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കില്ലല്ലോ.